അതായത് എഴുത്തോ വായന അറിയാത്തൊരു വ്യക്തി, ആ ഒരു വ്യക്തി എങ്ങനെ ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഈ എനിക്ക് തോന്നുന്നു 5-ാം അധ്യായത്തിൽ 3-ാം സൂക്തം എങ്ങാണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഇത് വളരെ വ്യക്തമായിട്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ് പറയാന്ന് പറഞ്ഞാൽ അത് അത്ഭുതമല്ലേ? അതെങ്ങനെ പറയാൻ സാധിക്കും? ഒന്ന് നിങ്ങൾ ലോഡഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഒന്ന്, ഈ ഖുറാനിൽ പറയുന്ന ഭ്രൂണശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബുൾഷിറ്റ് ആണ്. അത് ഞാൻ വളരെ വിശദമായിട്ട് 1.5 മണിക്കൂറുള്ള ഒരു വീഡിയോയിൽ അതിനകത്ത് ഓരോരോ ഘട്ടങ്ങളിൽ ഓരോരോ സമയത്തുണ്ടാകുന്ന ഫോർമേഷൻ ഒക്കെ വെച്ചുകൊണ്ട് ഖുറാനിൽ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നു തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെങ്ങനെ പറയാം, അതൊന്ന് വിശദീകരിച്ച് തരികയാണെങ്കിൽ ഇപ്പൊ ഞാൻ എനിക്കും കുറച്ച് അറിവ് കിട്ടും. അതെന്താ പ്രശ്നം എന്ന് വെച്ചാല് അതിന്റെ ഓരോരോ ഘട്ടവും ആയത്തുകളും ഒക്കെ ഞാനിപ്പോ ഒരു 5-6 വർഷമായിക്കാണ് ആ പരിപാടി ചെയ്തത്. അപ്പൊ ഓരോരോ ശ്ലോകങ്ങളും ഓരോരോ ആയത്തിലും ഓരോരോ സമയത്ത് ഓരോന്ന് വരുന്നു, പിന്നെ ചൂയിങ്കം പോലെ വരുന്നു, ഇങ്ങനെയൊക്കെയുള്ള കുറെ സംഗതികളുണ്ട്. ഇതെല്ലാം അങ്ങനെ അല്ല എന്നുള്ളതിന് വളരെ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സും ഫിസിഷ്യൻസും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ എനിക്കിപ്പം എല്ലാം അതേ കണക്ക് ഗ്രാനുലാർ ഡീറ്റെയിൽസ് റീകോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇത് ഇത്രേ ഉള്ളൂ, അത് വെറുതെ ഒരു മതഭാവന മാത്രമാണ് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്